സോ ഹായ് എവരിവൺ, നമ്മുടെ ജാങ്കോ സീരീസിലെ തേർഡ് വീഡിയോ ആണ്. അപ്പോൾ ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ എങ്ങനെ സക്സസ്ഫുൾ ആയിട്ട് ജാങ്കോ ഇൻസ്റ്റാൾ ചെയ്യുന്നത് പഠിച്ചു. സെക്കൻഡ് വീഡിയോയിൽ നമ്മൾ ഒരു ഫസ്റ്റ് ആയിട്ടൊരു ജാങ്കോ വെബ്സൈറ്റ് നമ്മൾ ഉണ്ടാക്കി. സോ തേർഡ് വീഡിയോയിൽ ഇതിൽ നമ്മൾ എങ്ങനെ ഒരു HTML പേജിനെ റെൻഡർ ചെയ്യാം എന്നൊക്കെയാണ് പഠിക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ, ഇപ്പോൾ നമ്മൾ നമ്മുടെ പാർട്ട് 2 ചെയ്ത പോലെ HTTP റെസ്പോൺസ് എന്ന് പറഞ്ഞ ഹലോ വേൾഡ് ഒരു ടെക്സ്റ്റ് അതിനകത്ത് കൊടുക്കുമ്പോൾ ജസ്റ്റ് ആ ടെക്സ്റ്റ് റെൻഡർ ചെയ്ത് വരും. ഐ മീൻ ടെക്സ്റ്റ് പ്രിന്റ് ആയി വരും. അത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നമുക്കിപ്പോൾ നമ്മളൊരു വലിയൊരു വെബ്സൈറ്റ് നമ്മൾ ഉണ്ടാക്കുക. അപ്പോൾ കുറേ ടാഗ്സ് ഒക്കെ ഉള്ള HTML ടാഗ്സ് ഒക്കെ ഉള്ള ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ HTTP റെസ്പോൺസ് നമുക്ക് ഓരോന്നോരോന്ന് ഇങ്ങനെ കൊടുക്കാൻ ഭയങ്കര പാടാണ്. അപ്പോൾ അതിനാണ് നമ്മൾ ജാങ്കോയിൽ റെൻഡർ എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടി ഉണ്ട്. സോ ഇപ്പോൾ ഞാനിത് കമന്റ് ചെയ്യാം. എന്നിട്ട് റിട്ടേൺ റെൻഡർ, പിന്നെ റിക്വസ്റ്റ് കോമ ലെറ്റ് ഇറ്റ് ബി index.html. സോ ഇത് കൊടുത്തു. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ ഇതിനെ index.html എന്ന് പറഞ്ഞ പേജ് നമ്മൾ ക്രിയേറ്റ് ചെയ്തില്ല, നമ്മൾ ഉണ്ടാക്കും. index.html എന്ന് പറഞ്ഞ പേജിനെ റെൻഡർ ചെയ്യും. ഹോമിനെ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ index.html പേജിനെ റെൻഡർ ചെയ്തിട്ട് റിട്ടേൺ ചെയ്യും. അതാണ് ഇവിടെ നടക്കുന്നത്. സോ ഈ ഒരു പേജിനെ നമുക്ക് റെൻഡർ ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് നമ്മൾ നമ്മുടെ പ്രോജക്റ്റിന്റെ ഫോൾഡറിൽ ചെല്ലുക. settings.pyയിലെ ടെംപ്ലേറ്റ്സ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്. അവിടെ DIRS എന്ന് പറഞ്ഞൊരു ഇതുണ്ട്, ലൈൻ ഉണ്ട്. ആ ലൈനിൽ നമ്മൾ കൊടുക്കണം os.path.join ബ്രാക്കറ്റിൽ പേസ് ടെംപ്ലേറ്റ്സ്. സോ ഇത് കൊടുക്കണം. ഇത് കൊടുത്തിട്ട് നമ്മൾ ഇവിടെ മണ്ടയ്ക്ക് ഇമ്പോർട്ട് OS നമ്മൾ OSനെ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ടോ നോക്കണം. ഒരു 99% കേസിൽ OS ഇമ്പോർട്ട് ആവാൻ വഴിയില്ല. സോ നമ്മൾ ജസ്റ്റ് ഇമ്പോർട്ട് OS കൊടുത്താൽ അപ്പോൾ ഇത്രയും കൊടുക്കുക. ടെംപ്ലേറ്റ്സ് എടുക്കുക. ഇതെങ്ങനെയാ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ നമ്മുടെ റൂട്ട് ഡയറക്ടറിയിൽ ചെന്നിട്ട് നമ്മൾ ടെംപ്ലേറ്റ്സ് ഇവിടെ ടെംപ്ലേറ്റ്സ് എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഉണ്ടാക്കണം. ഇപ്പോൾ നമ്മുടെ പ്രോജക്റ്റിന്റെ ഫോൾഡർ നമ്മുടെ ആപ്പ് ടെംപ്ലേറ്റ്സ്. സോ ഇതാണ് ടെംപ്ലേറ്റ്സ്. ബേസ് ഡയറക്ടറിയിൽ ടെംപ്ലേറ്റ്സ് എന്ന് പറഞ്ഞ ഫോൾഡറിനകത്താണ് നമ്മുടെ ടെംപ്ലേറ്റ് എല്ലാം. അപ്പോൾ ഇതിനകത്ത് നമ്മൾ index.html എന്ന് പറഞ്ഞൊരു ഫയൽ ഉണ്ടാക്കണം. index.html എന്നിട്ട് h1 ഹലോ വേൾഡ് വേണ്ട. ഓക്കെ, ഇപ്പൊ നമ്മുടെ പേജിൽ ചേഞ്ചസ് വന്നു എന്നറിയാൻ വേണ്ടിയാണ് ഇത്. അപ്പോ ഇത്രയും ചെയ്ത് ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. സോറി, എൻ്റെ ആപ്പിൻ്റെ റൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ആ ഒരു HTML പേജ് റെൻഡർ ചെയ്യും. അപ്പോൾ HTML പേജ് റെൻഡർ ചെയ്യാൻ നമ്മൾ ഫസ്റ്റ് നമ്മുടെ ബേസ് ഡയറക്ടറിയിൽ ടെംപ്ലേറ്റ്സ് എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഉണ്ടാക്കി. ഫോൾഡറിനകത്ത് നമ്മുടെ ഫയൽ നെയിം വെച്ചിട്ട് അതിന് നമ്മൾ നമ്മുടെ settings.pyയിൽ ഇത് ചെയ്തു. എന്നിട്ട് views.pyയിൽ നമ്മൾ അതിൻ്റെ ചേഞ്ചസ് വരും. റിക്വസ്റ്റ് റെൻഡർ കൊടുത്തു. ഇനിയിപ്പോ നമുക്ക് ഈ ടെംപ്ലേറ്റ്സിനെ പക്ഷെ ഇത്ര മാത്രം ചെയ്യാൻ നമുക്ക് ജസ്റ്റ് ഒരു ജാങ്കോ ആപ്പിന്റെ ആവശ്യമില്ല. നമുക്ക് ഒരു HTML പേജിലാണെങ്കിലും നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാം. പക്ഷെ
ഇനിയിപ്പോ നമുക്ക് ഇതിപ്പോ ഒരു നമ്മൾ വാല്യൂ ബാക്ക് എൻഡിൽ നമ്മളൊരു വാല്യൂ കൊടുത്താൽ ഇത് മാറുന്ന ഒരു ഡൈനാമിക് പേജ് ആണ് നമുക്ക് ഇതിപ്പോ ഒരു സ്റ്റാറ്റിക് പേജ്. ഒരു ഡൈനാമിക് പേജ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജാങ്കോ നമ്മുടെ വ്യൂസ് ഡോട്ട് പൈയിൽ ചെല്ലുക. എന്നിട്ട് ഇവിടെ കോമ ഇട്ടിട്ട് ജസ്റ്റ് ഇത് ഇപ്പോൾ നെയിം ടെക്സ്റ്റ് ഓക്കെ കൊടുത്തു. നമ്മൾക്ക് നമ്മുടെ ടെംപ്ലേറ്റിൽ ചെന്നിട്ട് ടു ഇത് കൊടുത്തു. ഇത് കൊടുത്തിട്ട് നമ്മൾ റീലോഡ് ചെയ്യുമ്പോൾ നമ്മുടെ പേര് വന്നു. ഇപ്പോൾ നമ്മളത് ഇവിടെ ഇപ്പൊ നമുക്ക് ഇപ്പൊ ഞാൻ എൻ്റെ പേര് കൊടുക്കാം, എപ്പിന്ന് കൊടുത്തു. ജസ്റ്റ് റീഫ്രഷ് ചെയ്യുമ്പോൾ ആ എപ്പിന്ന് ഓർക്കാം. കാരണം ഇപ്പൊ നമ്മൾ ശരിക്കും ബാക്ക് എൻഡിൽ ചെറിയൊരു ചേഞ്ച് വരുത്തിയപ്പോൾ അത് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ ഫ്രണ്ട് എൻഡിൽ റൺ ചെയ്യും. ഇനി നമുക്ക് ഈ ഒരുപാട് ഇപ്പൊ ഡാറ്റയൊക്കെ ഇങ്ങനെ ബാക്ക് എൻഡിൽ നിന്നൊക്കെ റിട്രൈവ് ചെയ്ത് വരുന്ന കേസിൽ നമുക്ക് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒരു ലൈനിൽ ഇങ്ങനെ കൊടുക്കാൻ ഭയങ്കര ടഫായിരിക്കും. സോ അതിന് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ഇതൊരു വസ്തു എടുക്കാൻ വേണ്ടി എന്നിട്ട് അതിനൊന്ന് കോപ്പി ചെയ്തു. നമുക്ക് ഇവിടെ equal to 24 കൊടുത്തു. എന്നിട്ട് കോണ്ടെക്സ്റ്റ് നെയിം h ഇതെന്നാന്ന് വെച്ചാൽ ഈ നെയിം എന്ന് പറഞ്ഞ ഇതില് ഈ നെയിം ഏജില് ഇതിനെ അസൈൻ ചെയ്തു ജസ്റ്റ്. എന്നിട്ട് ഈ ഒരു കോണ്ടെക്സ്റ്റിനെ നമ്മൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോയിട്ട് ഇനി നമുക്ക് നമ്മുടെ HTML ചെന്നിട്ട് ചേഞ്ച് ചെയ്യാം. നമ്മുടെ ആ ഏജും നമുക്കിവിടെ. സോ സോ ഈ ഒരു വീഡിയോയിൽ ഇത്രേ ഉള്ളൂ. ഇപ്പോ ഈ ഒരു വീഡിയോയിൽ മെയിൻ ആയിട്ട് നമുക്ക് ഇങ്ങനെ നമ്മുടെ HTML പേജിനെ കണക്ട് ചെയ്യാൻ പഠിപ്പിച്ചു. പിന്നെ എങ്ങനെ ഡൈനാമിക് ആയിട്ടുള്ള വാല്യൂവിനെ കൊടുക്കാന്ന് പാസ് ചെയ്യാന്ന് പഠിച്ചു. പിന്നെ കോണ്ടെക്സ്റ്റ് ഇപ്പോ ഇവിടെ നമ്മൾ കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞ നെയിം തന്നെ കൊടുക്കണമെന്നില്ല. ഇപ്പൊ നമ്മൾ വാല്യൂസ് എന്ന് പറഞ്ഞിട്ട് വാല്യൂ കൊടുത്തിട്ട് ഇവിടെ വാല്യൂസ് കൊടുത്താലും ഇറ്റ് വർക്ക്സ്. അത് വരും. ജസ്റ്റ് ഇവിടെ കൊടുക്കുന്ന വാല്യൂ തന്നെ ഇങ്ങോട്ട് വരണം. ജസ്റ്റ് അത്രേ ഉള്ളൂ, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. സോ ഇപ്പൊ ഈ ഒരു വീഡിയോയിൽ നമ്മൾ എങ്ങനെ HTML പേജിനെ കണക്ട് ചെയ്യാൻ പഠിപ്പിച്ചു. പിന്നെ ഡൈനാമിക് ആയിട്ടുള്ള വാല്യൂസിനെ റെൻഡർ ചെയ്യാനും പഠിപ്പിച്ചു. സോ ആദ്യമേ നമ്മൾ ടെംപ്ലേറ്റ്സിൽ നിന്ന് ഫോൾഡർ ഉണ്ടാക്കി സെറ്റിംഗ്സ് ഡോട്ട് py ഇവിടെ ചേഞ്ചസ് വരുത്തി ആൻഡ് വ്യൂസ് ഡോട്ട് py റെൻഡർ ചെയ്ത് വാല്യൂസ്. ഓക്കെ, സോ ഇപ്പോൾ നിങ്ങൾ ഈ ഒരു വീക്കില് ജസ്റ്റ് ഇതൊന്ന് ഈ ഇവിടെ എന്തെങ്കിലും ഒരു എക്സ്ട്രാ 1-2 വാല്യൂസ് അല്ലെങ്കിൽ നിങ്ങളുടെ പ്ലേസോ അഡ്രസ്സോ അങ്ങനെ എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് വെച്ച് ഒരു പേജിലേക്ക് മാറ്റുന്ന ആ ഒരു ഇതൊന്ന് നോക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ മോസ്റ്റ് പ്രോബബ്ലി ഞാൻ എങ്ങനെ ഒരു ഇതിനെ സ്റ്റൈൽ ചെയ്ത് ഒരു എക്സ്റ്റേണൽ CSS എങ്ങനെ കണക്ട് ചെയ്യിപ്പിക്കാന്ന് ഞാൻ പറഞ്ഞു. സോ ദാറ്റ്സ് ഇറ്റ്. പിന്നെ
നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഡിസ്കോഡിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കയറാം, അവിടെ ചോദിക്കാം. ഞാൻ മോസ്റ്റ് പ്രോബബ്ലി നിങ്ങളുടെ ഡൗട്ട്സ് എല്ലാം രാത്രിക്ക് ക്ലിയർ ചെയ്ത് തരുന്നതാണ്. സോ ദാറ്റ്സ് ഇറ്റ്. ആൻഡ് അടുത്ത വീക്കിൽ കുറച്ചുകൂടി എക്സ്ട്രാ വീഡിയോസ് ഞാൻ ഓണം വെക്കേഷൻസ് ഒക്കെ ആയതുകൊണ്ട് ഞാൻ മോസ്റ്റ് പ്രോബ്ലി ഫ്രീ ആയിരിക്കും. സോ കുറച്ചധികം വീഡിയോസ് ഞാൻ പബ്ലിഷ് ചെയ്യും. ഓക്കെ, ബൈ.